രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിക്കാത്ത വാരങ്ങളിലൂടെ കടന്നു പോവുക എന്നത് കേരളത്തെ സംബന്ധിച്ച് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ പതിവ് പോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായ വാരമാണ് കടന്നു പോകുന്നത്. CPIM നേതാവായ EP ജയരാജനും BJPയുടെ പോർമുഖമായിരുന്ന സന്ദീപ് വാര്യരുമാണ് ഈ ആഴ്ചത്തെ വാർത്താ താരങ്ങൾ. CPIMന്റെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ EP ജയരാജൻ എഴുതിയ കട്ടൻ ചായയും പരിപ്പുവടയുമായിരുന്നു ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ വിഷയമെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുൻ BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നതാണ് BJP നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്നാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത്. ഈ കടയിൽ വ്യാപാരം എത്രത്തോളം ശക്തമാകുമെന്ന് വ്യക്തമാക്കുകയാണ് സന്ദീപ്. കൊടകര കുഴൽപ്പണ കേസ്, തൃശൂർ പൂരംകൽക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന സൂചനയോടെയാണ് സന്ദീപിന്റെ നീക്കം. BJP പാളയത്തിൽ നിന്നും നേതാക്കളെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനായത് കോൺഗ്രസിന് വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ആഴ്ചയാണ് ഈ കടന്നുപോകുന്നത്. കള്ളപ്പണവും നീല ട്രോളി ബാഗും പിടിക്കാനായി എത്തിയ BJPയും CPIMഉം തുടർവാരത്തിൽ ആകെ പ്രതിരോധത്തിലായതും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ ആഴ്ചയാണിത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആവേശമുണ്ടാക്കിയെടുക്കാൻ സന്ദീപിന്റെ വരവ് കാരണമാക്കിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. സന്ദീപിനെ ലക്ഷ്യമിട്ട് നീങ്ങിയ CPIMനും CPIക്കും വലിയ നിരാശയുണ്ടാക്കിയ ആഴ്ച കൂടിയാണ് കടന്നുപോകുന്നത്. BJP ക്യാമ്പ് വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ അപ്രസക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എഴുതി കൊടുത്തത് വായിക്കുന്ന ജോലി മാത്രമാണ് ജാവദേക്കർ ചെയ്യുന്നതെന്ന് വ്യക്തം. ആത്മകഥ താൻ എഴുതിയതല്ലെന്നും DC ബുക്സിന് വേണ്ടി ആരോ ആത്മകഥ എഴുതിയത് പുറത്തുവിട്ടതെന്നുമായിരുന്നു ജയരാജന്റെ ആരോപണം. ആത്മകഥാ വിവാദം CPIM ഉന്നതർ ഇടപെട്ട് വഴിതിരിച്ചുവിട്ടെങ്കിലും അതെല്ലാം ഇപ്പോഴും ഏറിൽ കിടക്കുകയാണെന്നതാണ് സത്യം. EP DC ബുക്സിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടിക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. 6 മാസം മുമ്പ് EP BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ ഒരു തീരുമാനവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന EPയുടെ പരാതിയുടെ തൊട്ടു പിറ്റേ ദിവസമാണ് പുസ്തക വിവാദം ആഞ്ഞു കത്തിയതെന്നതും ശ്രദ്ധേയം. CPIMന് അഭിമാന പ്രശ്നമാണ് ചേലക്കര. സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകാതിരിക്കാനുള്ള തീവ്ര പോരാട്ടത്തിലായിരുന്നു CPIM. ഇതിനിടയിലാണ് CPIMന്റെ തലക്കിട്ട് EPയുടെ ഇടികിട്ടിയത്. EP തന്റെ ആത്മകഥയിൽ CPIM നേതൃത്വത്തെയും LDF മന്ത്രിസഭയെയും വിമർശിച്ചുകൊണ്ട് എഴുതിയെന്ന് പറയപ്പെടുന്ന ആത്മകഥയിൽ ഞെട്ടിയ നേതൃത്വം EPയെ കൊണ്ട് തന്നെ ആത്മകഥയ്ക്കെതിരെ പോരാട്ടത്തിന് രംഗത്തിറങ്ങിയെങ്കിലും അതൊന്നും വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്നതും വ്യക്തം. തനിക്കെതിരെ വൻ ഗൂഢാലോചന നടന്നുവെന്നാണ് EP പറയുന്നത്. ആരാണ് ഗൂഢാലോചന നടത്തിയതെന്നോ എന്തിനു വേണ്ടിയാണെന്നോ പറഞ്ഞില്ലെങ്കിലും പാർട്ടി നേതൃത്വത്തിന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടെന്നതും വ്യക്തമാണ്. ചേലക്കരയിലും വയനാട്ടിലും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നു. വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ ചൊല്ലിയുള്ള ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഈ ആഴ്ചത്തെ മറ്റൊരു പ്രധാന സംഭവം. വയനാട്ടിൽ ശതമാനം കുറഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ സജീവ ചർച്ചാ വിഷയമാണ്. പാലക്കാട്ടെ CPIM സ്ഥാനാർത്ഥിയായ ഡോക്ടർ P സരിനെതിരെ EP ജയരാജൻ ഉയർത്തിയ ആരോപണങ്ങളിൽ കൈപ്പൊള്ളിയ CPIM നേതൃത്വം അദ്ദേഹത്തെ പാലക്കാട് എത്തിച്ച് P സരിൻ അതിഗംഭീരനാണെന്നും കോൺഗ്രസിൽ നിൽക്കുമ്പോഴും സരിൻ ഇടതു മനോഭാവം വെച്ച് പുലർത്തിയ നേതാവാണെന്നും പറയേണ്ടി വന്നു. P സരിൻ CPIMന് വലിയ മുതൽക്കൂട്ടായെന്നും മാറ്റി പറയിപ്പിക്കാനും CPIMന് കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് BJP ജില്ലാ നേതാവടക്കം കള്ളവോട്ട് ചെയ്തുവെന്നുള്ള ആരോപണവുമായി കോൺഗ്രസും LDF സ്ഥാനാർത്ഥിയും അടക്കം രംഗത്ത് വന്ന ആഴ്ച കൂടിയായിരുന്നു ഇത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കനത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നതും ഈ ആഴ്ചത്തെ പ്രധാന രാഷ്ട്രീയ വിഷയമാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയതോടെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരും കടുത്ത പ്രതിഷേധവുമായി കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ വയനാട് ദുരന്തം രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാവുകയാണ്. കേരളത്തിൽ വഖഫ് ഭൂമി തർക്കത്തിൽ കൂടുതൽ പരാതികൾ ഉയർന്ന ആഴ്ച കൂടിയായിരുന്നു ഇത്. വയനാട്ടിലും മറ്റുമായി ചിലർക്ക് കൂടി വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ലഭിച്ചതോടെ വഖഫ് വിഷയം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന സന്ദേശവും ഈ വാരത്തെ പ്രധാന വിഷയങ്ങളായിരുന്നു. വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിൽ അണിയട്ടെ എന്നും കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിനുമൊക്കെ കൊണ്ടു നടക്കാവുന്ന നേതാവാണോ സന്ദീപ് വാര്യർ എന്നുമായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സന്ദീപിനെ CPIMലേക്ക് എത്തിക്കാൻ നീക്കം നടത്തിയ പാലക്കാട്ടെ പ്രമുഖനായ നേതാവായിരുന്നു MP രാജേഷ്. മറ്റൊരാൾ AK ബാലനായിരുന്നു. പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളിയിഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കും സന്ദീപ് എന്നുമായിരുന്നു MP രാജേഷിന്റെ ഭാഗം.
കിട്ടാത്ത മുന്തിരി പൊളിച്ചതിന്റെ പ്രതികരണമായിരിക്കുമോ MP രാജേഷിന്റേതെന്നും ഈ പ്രതികരണങ്ങളോടുള്ള സന്ദീപിന്റെ പ്രതികരണങ്ങളും ഒക്കെയായിരിക്കും വരുന്ന വാരത്തേക്കുള്ള കേരളീയരുടെ കാഴ്ച.